വിശദമായ വാർത്തകളിലേക്ക്. SBTയെ SBIയിൽ ലയിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിൽ പ്രതിഷേധിക്കുന്നവരുടെ സംയുക്ത കൂട്ടായ്മയായ സേവ് SBT ഫോറം നിലവിൽ വന്നു. ലയന നീക്കത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതിന് തൊട്ടു പിന്നാലെ ചേർന്ന യോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, VM സുധീരൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിന്റെ അഭിമാനമായ SBT അടക്കമുള്ള അസോസിയേറ്റ് ബാങ്കുകളെ SBIയിൽ ലയിപ്പിക്കാനുള്ള മാനേജ്മെന്റിന്റെ തീരുമാനത്തിനെതിരെ അതിശക്തമായ രോക്ഷമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്നത്. കേരളത്തിലെ അടിസ്ഥാന സൗകര്യ മേഖലകളെ വികസിപ്പിക്കുന്നതിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയ SBTയെ സംരക്ഷിക്കുമെന്ന് കൺവെൻഷനിൽ പങ്കെടുത്തവർ രാഷ്ട്രീയ ഭേദമന്യേ പ്രഖ്യാപിച്ചു. SBT SBI ലയനത്തിലൂടെ ബാങ്ക് ദേശസാൽക്കരണത്തെ തകിടം മറിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് സേവ് SBT ഫോറത്തിന്റെ രൂപീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. വിദേശ മൂലധനത്തിന് നമ്മുടെ ബാങ്കിംഗ് മേഖലയിലേക്ക് കടന്നു വരാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന ആപൽക്കരമായ ലക്ഷ്യം. കോർപ്പറേറ്റ് വൽക്കരണമാണ് ബാങ്കിംഗ് മേഖലയിൽ നടക്കാൻ പോകുന്നത്. ഇത് ബാങ്ക് ദേശവൽക്കരണം വഴി ലക്ഷ്യമിട്ടിട്ടുള്ള നയത്തിൽ നിന്നുള്ള വലിയൊരു പിറകോട്ട് പോക്കാണ്. കോർപ്പറേറ്റ് പ്രീണനമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ഇതിനെതിരെ കേരള ജനത ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ KPCC അധ്യക്ഷൻ VM സുധീരൻ പറഞ്ഞു. SBTയെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടിയെ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനാവില്ല. കേരളത്തിന്റെ വികസന താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നീക്കം. സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകളും പൗരപ്രമുഖരും സംയുക്തമായിട്ടാണ് സേവ് SBT ഫോറം രൂപീകരിച്ചത്. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, SSBEA ജനറൽ സെക്രട്ടറി KS കൃഷ്ണ, എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് അനിയൻ മാത്യു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂർ മൈലിപ്പാടത്ത് ദമ്പതികളെ ആക്രമിച്ച് യുവതിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമം. 2 പേർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി. മൈലിപ്പാടം സ്വദേശികളായ ഡേവിഡ്, ബേബി എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. തൃശൂർ ടൗണിൽ നിന്നും സാധനങ്ങൾ വാങ്ങി മൈലിപ്പാടത്തെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകും വഴിയാണ് ദമ്പതികൾക്ക് നേരെ അക്രമം ഉണ്ടായത്. ആളൊഴിഞ്ഞ വഴിയിൽ പതിയിരുന്ന 2 സംഘം ഭർത്താവിനെ മർദ്ദിച്ച ശേഷം യുവതിയെ കടന്നുപിടിക്കുകയായിരുന്നു. യുവതി ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി അക്രമികളെ പിടികൂടി. മൈലിപ്പാടം സ്വദേശി ഡേവിസ്, ലാലൂർ സ്വദേശി ബാബു എന്നിവരാണ് പിടിയിലായത്. ഇവരെ തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ മാരകമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഈ വൈഫിന്റെ അടുത്ത് കുഞ്ഞുണ്ടായിരുന്നു. ഈ കുഞ്ഞ് നിലത്ത് വീണ തുടങ്ങുമ്പോൾ ഞാൻ കുഞ്ഞിനെടുത്തപ്പോൾ വീണ്ടും ഭാര്യനെ ഇവർ 2 പേരും കൂടി ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ലൈംഗികമായ രീതിയിൽ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബഹളം വെച്ചപ്പോ എന്റെ ചേച്ചി താമസിക്കുന്ന റൂമിലുള്ള അവരുടെ കൂട്ടുകാരും അമ്മയും എല്ലാവരും ഓടിക്കൂടാണ് ചെയ്തത്. പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതികൾക്കെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാജ്യത്ത് വീണ്ടും ഇന്ധനവില വർധന. ഡീസലിന് ₹1.26 പെട്രോളിന് 5 പൈസയുമാണ് കൂട്ടിയത്. വിലവർധന അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വന്നു. 6 ആഴ്ചയ്ക്കിടെ പെട്രോൾ വിലയിൽ ₹5.52 ഡീസൽ വിലയിൽ ₹7.72 വർധനവുണ്ടായിരിക്കുന്നത്. സമീപകാല സാഹചര്യത്തിലുണ്ടായ വലിയ വിലവർധനകളിൽ ഒന്നാണിത്. ആശിക്കും ഭൂമി ആദിവാസിക്ക് പദ്ധതി പ്രകാരം കാട്ടിനുള്ളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ച വയനാട് കരിങ്കണ്ണിക്കുന്ന് കാട്ടുനായ്ക്ക കോളനിക്കാർ ദുരിത ജീവിതത്തിലാണിന്ന്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെയാണ് കഴിഞ്ഞ 1.5 വർഷമായി ഇവർ ജീവിക്കുന്നത്. 2014 ഡിസംബറിലാണ് ആശിക്കും ഭൂമി ആദിവാസിക്ക് പദ്ധതി പ്രകാരം ബാണാസുര സാഗർ അണക്കെട്ടിനു സമീപത്തെ കരിങ്കണ്ണിക്കുന്ന് കോളനിയിൽ നിന്ന് 15 കാട്ടുനായ്ക്ക കുടുംബങ്ങളെ കാടിറക്കിയത്. ഇതിനായി സ്വകാര്യ വ്യക്തിയുടെ 5 ഏക്കർ സ്ഥലം വലിയ വില കൊടുത്തു വാങ്ങി. പദ്ധതിയിൽ വ്യാപക അഴിമതിയുണ്ടെന്ന ആരോപണങ്ങൾക്കിടെയായിരുന്നു ഇത്. കൊടുങ്കാട്ടിനുള്ളിൽ നിന്ന് പുറത്തുപോകുന്നതിന്റെ ആശ്വാസത്തിലായിരുന്നു കരിങ്കണ്ണിക്കുന്നുകാർ. കാട്ടിലെ ജീവിതം മതിയായിരുന്നുവെന്നാണ് ഇപ്പോഴിവർ പറയുന്നത്. പുനരധിവാസം ഇവരുടെ ജീവിത രീതികൾ തകർത്തുവെന്നു മാത്രമല്ല, ദാരിദ്ര്യത്തിലുമാക്കി. അവര് എല്ലാം പറഞ്ഞ് ഇങ്ങനെ സ്ഥലമുണ്ട്, വീടുണ്ട് പക്ഷേ നമുക്ക് വീടായിട്ടില്ലല്ലോ. ഭവന നിർമ്മാണത്തിന് ട്രൈബൽ വകുപ്പ് കരാറുകാരന് പണം കൊടുത്തിട്ടില്ല. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിച്ചിരുന്നില്ലെന്ന് ട്രൈബൽ വകുപ്പ് പറയുന്നു. മുൻ സർക്കാർ ആദിവാസികളോട് ചെയ്ത വഞ്ചനയുടെ മറ്റൊരു ഉദാഹരണമാണിത്. അനൂപ് കയാർ, വയനാട്. പുതിയ വ്യോമയാന നയത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതോടെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ എയർ കേരളയ്ക്ക് പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. രാജ്യാന്തര സർവീസ് നടത്തുന്നതിന് 5 വർഷത്തെ ആഭ്യന്തര സർവീസ് പരിചയം വേണമെന്ന നിബന്ധന പുതിയ വ്യോമയാന നയത്തിൽ നിന്ന് ഒഴിവാക്കിയതോടെയാണ് എയർ കേരളയുടെ തടസ്സം മാറിയത്. എന്നാൽ സർവീസ് നടത്താൻ 20 വിമാനങ്ങൾ വേണമെന്ന വ്യവസ്ഥ മാറ്റാത്തത് പദ്ധതിക്ക് വെല്ലുവിളിയായി തുടരുകയാണ്.
പുതിയ വ്യോമയാന നയത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ 40 ലക്ഷത്തിലേറെയുള്ള കേരളത്തിലെ പ്രവാസികൾക്കും പ്രതീക്ഷയേറുകയാണ്. നാട്ടിൽ പോകാൻ 3 മാസത്തെ ശമ്പളം വരെ വിമാന കമ്പനിക്ക് കൊടുക്കേണ്ടി വരുന്ന പ്രവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ നാട്ടിലെത്താനുള്ള സ്വപ്ന പദ്ധതിയാണ് എയർ കേരള. എന്നാൽ രാജ്യാന്തര സർവീസ് നടത്തുന്നതിന് 20 വിമാനങ്ങളും 5 വർഷത്തെ ആഭ്യന്തര സർവീസ് നടത്തിയുള്ള പരിചയവും വേണമെന്ന നിബന്ധന പദ്ധതിക്ക് തടസ്സമായി തുടരുകയായിരുന്നു. പുതിയ വ്യോമയാന നയത്തിൽ 5 വർഷത്തെ ആഭ്യന്തര സർവീസ് പരിചയമെന്ന നിബന്ധന ഒഴിവാക്കിയത് എയർ കേരള ചിറകുവിരിക്കുന്നതിന് സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. 5 വർഷത്തെ പ്രവൃത്തി പരിചയമെന്നതിൽ ഇളവ് വേണമെന്ന് കേരളം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേന്ദ്രം അംഗീകരിച്ചിരുന്നില്ല. അതേസമയം പുതിയ വ്യോമയാന നയത്തിലും സർവീസ് നടത്താൻ 20 വിമാനങ്ങൾ വേണമെന്ന വ്യവസ്ഥ പിൻവലിക്കാത്തത് പദ്ധതിക്ക് മുന്നിലെ വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. 30 മിനിറ്റ് യാത്രയ്ക്ക് പരമാവധി 1200 രൂപയും 1 മണിക്കൂർ വിമാനയാത്രയ്ക്ക് 2500 രൂപയും മാത്രമേ പരമാവധി യാത്രാക്കൂലി ഈടാക്കൂ എന്ന നിബന്ധനയും പുതിയ നയത്തിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. യാത്രക്കാർക്ക് കൂടെ കൊണ്ടുപോകാവുന്ന 15 കിലോയ്ക്ക് അധികമായി വരുന്ന ഓരോ കിലോയിലും 100 രൂപയിൽ കൂടുതൽ ഈടാക്കരുതെന്ന നിർദ്ദേശവും യാത്രക്കാർക്ക് ആശ്വാസം പകരുന്നു. വിമാനം റദ്ദു ചെയ്യുമ്പോൾ നിർദ്ദിഷ്ട യാത്രാ സമയത്തിന് 24 മണിക്കൂർ മുമ്പ് അറിയിക്കണമെന്നും അല്ലാത്തപക്ഷം 10,000 രൂപ നഷ്ടപരിഹാരത്തിനും പുതിയ നയത്തിൽ നിർദ്ദേശമുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഫാക്ട് സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ തൊഴിലാളി സംഘടനകൾ ഒറ്റക്കെട്ടായി പ്രക്ഷോഭത്തിലേക്ക്. FACTക്ക് സ്വന്തമായുള്ള 2000 ഏക്കർ ഭൂമിയിലാണ് സ്വകാര്യ മേഖലയുടെ കണ്ണെന്ന് ട്രേഡ് യൂണിയനുകൾ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ നീക്കത്തെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി. റോഡ് സുരക്ഷയ്ക്കായുള്ള പണം ഉപയോഗിക്കുന്നതിൽ സംസ്ഥാനത്തിന് വൻ വീഴ്ചയെന്ന് റിപ്പോർട്ട്. സിഗ്നൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലെ പോരായ്മകൾ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്നും അപകടങ്ങളിൽ കേരളം 5ാം സ്ഥാനത്താണെന്നും കേന്ദ്ര സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റികളിൽ നിന്ന് ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. 2009 മുതൽ ലഭ്യമായ കണക്കുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കേണ്ട തുകയുടെ 1/3 പോലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഓരോ ജില്ലയ്ക്കും അനുവദിച്ച തുകയിൽ നാമമാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയ്ക്ക് അനുവദിച്ച 1,05,72,047 രൂപയിൽ 23,49,232 രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. 82,22,530 രൂപ ഉപയോഗിച്ചിട്ടില്ല എന്ന് സാരം. സമാനമാണ് മറ്റു ജില്ലകളുടെയും കാര്യം. പത്തനംതിട്ട ജില്ല പണം ഉപയോഗിക്കാതെ ലാപ്സാക്കിയെന്നും അഡ്വക്കേറ്റ് DB ബിനുവിന് ലഭിച്ച രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. സിഗ്നൽ ലൈറ്റുകൾ, ബോർഡുകൾ, ഡിവൈഡറുകൾ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ യഥാവിധം ഉണ്ടാവാത്തത് അപകടങ്ങളുടെ തോത് വർദ്ധിക്കാൻ ഇടയാക്കുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രമാത്രം റോഡ് അപകടങ്ങൾ നടക്കുന്നു എന്ന് പരിശോധിച്ചാൽ ഈ റോഡ് അപകടങ്ങളെ തടയുന്നതിന് വേണ്ടി ഉള്ള സംവിധാനങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. ഈ റോഡ് അപകടങ്ങളെ തടയുന്നതിന് വേണ്ടി ജില്ലാതലത്തിലുള്ള റോഡ് സേഫ്റ്റി കൗൺസിലുകൾക്ക് അനുവദിച്ച കോടിക്കണക്കിന് രൂപ കൃത്യമായി വിനിയോഗിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച വരുത്തി എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നു. രാജ്യത്തെ റോഡ് അപകടങ്ങളിൽ തമിഴ്നാടാണ് 1ാം സ്ഥാനത്ത്. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും അപകടങ്ങളിൽ കേരളമാണ് 5ാം സ്ഥാനത്തുള്ളത്. ഓരോ വർഷവും റോഡ് അപകടങ്ങളും അപകട മരണങ്ങളും വർദ്ധിക്കുകയാണ് എന്നും രേഖകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വികസന പദ്ധതികളുമായി PC ജോർജ്. ഇനി നമ്മുടെ MLA. പട്ടിണിയില്ലാത്ത പൂഞ്ഞാറിനായി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് PC ജോർജ് MLA. പൂഞ്ഞാറിനെ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാര പദ്ധതികൾ നടപ്പാക്കും. മാലിന്യ സംസ്കരണത്തിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും PC ജോർജ് വ്യക്തമാക്കി. പൂഞ്ഞാറിൽ മുന്നണികളെ നിഷ്പ്രഭമാക്കിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PC ജോർജ് മിന്നുന്ന ജയത്തോടെ നിയമസഭയിലെത്തിയത്. പ്രതിസന്ധി ഘട്ടത്തിൽ കൈപിടിച്ചുയർത്തിയ പൂഞ്ഞാറിന്റെ സമഗ്ര വികസനമാണ് ജോർജിന്റെ ലക്ഷ്യം. പട്ടിണിയില്ലാത്ത പൂഞ്ഞാർ എന്ന പദ്ധതിക്ക് രൂപം നൽകുമെന്നും PC ജോർജ് പറഞ്ഞു. പട്ടിണിയുള്ള ഒരാൾ പോലും, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വലയുന്ന ഒരാൾ പോലും എൻ്റെ കുടുംബത്തിൽ, പൂഞ്ഞാർ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതെൻ്റെ ഉറച്ച തീരുമാനമാണ്. 5 കൊല്ലത്തെ പ്രവർത്തനം അതിനുവേണ്ടിയാണ്. അതുപോലെ കുടിവെള്ളം, എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും ഭവനം. സ്വന്തം ഭവനമില്ലാത്ത ഒരു കുടുംബം ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും തൊഴിലവസരങ്ങൾ, ഇത്രയും കാര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് പട്ടിണിയില്ലാത്ത പൂഞ്ഞാറിനെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ ഞാൻ വ്യാപൃതനാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായുള്ള പദ്ധതികൾ തുടരും. ടൂറിസം വികസനത്തിന് പ്രാധാന്യം നൽകും. വാഗമൺ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട മേഖല മുഴുവൻ പൂഞ്ഞാറാണ്. പൂഞ്ഞാർ തീക്കുവൈ പഞ്ചായത്തിലും പൂഞ്ഞാർ തെക്കക്കര പഞ്ചായത്തിലും കൂട്ടിക്ക പഞ്ചായത്തിലും എരുമേലി പഞ്ചായത്തിലും എന്തിന് കോരുത്തോടും മുണ്ടക്കയും എല്ലാ പഞ്ചായത്തുകളിലും സത്യത്തിൽ ടൂറിസം പ്രാധാന്യമുള്ള മേഖലകളുണ്ട്. തെടനാട് പഞ്ചായത്ത് പോലും ഉണ്ട്, പൂഞ്ഞാർ പഞ്ചായത്ത് പോലും ഉണ്ട്. മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാനുള്ള പദ്ധതികൾ കാര്യക്ഷമമായി മണ്ഡലത്തിൽ നടപ്പാക്കുമെന്നും PC ജോർജ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
മമ്മൂട്ടിയുടെ വ്യത്യസ്ത കഥാപാത്രവുമായി എത്തുന്ന തോപ്പിൽ ജോപ്പൻ തിരശ്ശീലയിൽ സജീവമാകുന്നു. കോട്ടയം കുഞ്ഞച്ചൻ മുതൽ അനശ്വര കഥാപാത്രങ്ങളെ വെള്ളിത്തിരിയിൽ അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ അഭിനയ മുഹൂർത്തമാണ് തോപ്പിൽ ജോപ്പൻ എന്ന കഥാപാത്രം. മെഗാസ്റ്റാർ ഭരത് മമ്മൂട്ടി വീണ്ടും കോട്ടയം അച്ചായന്റെ വേഷത്തിലെത്തുന്ന പുതിയ ചിത്രമാണ് തോപ്പിൽ ജോപ്പൻ. ജോണി ആന്റണി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറക്കുന്ന 4ാമത്തെ ചിത്രമാണ് തോപ്പിൽ ജോപ്പൻ. നർമ്മവും വ്യത്യസ്ത ആക്ഷനും കൊണ്ട് പ്രേക്ഷകർക്ക് പുതു അനുഭവം തന്നെയാകും ചിത്രം നൽകുക. കോട്ടയം കുഞ്ഞച്ചൻ മുതൽ നിരവധി അച്ചായൻ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ മമ്മൂട്ടി തികച്ചും വ്യത്യസ്തമായ അഭിനയ പാഠവുമാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ ജോണി ആന്റണി: ഒരു കിഴക്കിന്റെ പശ്ചാത്തലത്തിൽ ഒരു കിഴക്കൻ അച്ചായന്റെ കഥയാണ് തോപ്പിൽ ജോപ്പനിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ധാരാളം അച്ചായൻ കഥാപാത്രങ്ങൾ അനശ്വരമാക്കിയിട്ടുള്ള നടനാണ് മമ്മൂക്ക. മലയാളികൾക്ക് എക്കാലവും നെഞ്ചിലിട്ടിട്ടുള്ള കഥാപാത്രങ്ങളാണ് അവയൊക്കെ. അതുപോലെ തന്നെ ആളുകൾ സ്വീകരിച്ചേക്കാവുന്ന ഒരു സിനിമയാണ് തോപ്പിൽ ജോപ്പനും. കാരണം കഥാഗതി കൊണ്ടും കഥ കൊണ്ടും കഥാസന്ദർഭങ്ങൾ കൊണ്ടും വ്യത്യസ്തമാണെങ്കിലും ജോപ്പൻ ഒരുപാട് ആളുകളെ രസിപ്പിക്കുന്ന കഥാപാത്രം തന്നെയാണ്. മധുരനാരങ്ങ, ഓർഡിനറി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തിരക്കഥാരംഗത്ത് ശ്രദ്ധേയനായ നിഷാദ് കോയയാണ് തോപ്പിൽ ജോപ്പന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. മമത മോഹൻദാസും ആൻഡ്രിയയും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിൽ രഞ്ജി പണിക്കർ, ഹരിശ്രീ അശോകൻ തുടങ്ങി വലിയ താരനിര തന്നെയുണ്ട്. നൌഷാദ് ആലത്തൂർ, ജീവൻ നാസർ എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള ടെലിവിഷൻ ഫെഡറേഷൻ കൊച്ചിയിൽ യോഗം ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമോപദേഷ്ടാവായി നിയമിതനായ കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസിനെ യോഗം ആദരിച്ചു. KTF പ്രസിഡന്റും ഏഷ്യാനെറ്റ് MD-യുമായ K. മാധവൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വ്രതശുദ്ധിയുടെ റംസാൻ നാളുകൾ. ദുബായ് ദൈറയിൽ മലയാളികളും പാകിസ്ഥാനികളും ഗുജറാത്തികളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു വീടുണ്ട്. ഗുജറാത്തി ഹിന്ദുക്കൾക്ക് മധുരപലഹാരം നൽകിയാണ് പാക് മുസ്ലിം സഹോദരന്മാർ എല്ലാ ദിവസവും വീട്ടിൽ നോമ്പ് തുറക്കുന്നത്. മതത്തിലും ദേശത്തിലുമുപരി അടിസ്ഥാന മാനുഷിക പ്രശ്നങ്ങളാണ് ഇവരെ ഏകോദര സഹോദരങ്ങളാക്കുന്നത്. മതവും ദേശവുമെല്ലാം സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന ഇക്കാലത്ത് ദുബായ് ദൈറ മുർഷിദ് ബസാറിലെ ഈ വീട്ടിലെത്തിയാൽ വ്യത്യസ്തമായ കുറെ കാഴ്ചകൾ കാണാം. ഈ ചെറിയ വീട്ടിൽ ഗുജറാത്ത് സ്വദേശികളായ 9 ഹിന്ദുക്കളും പാകിസ്ഥാൻകാരായ 8 മുസ്ലിങ്ങളും 5 മലയാളികളും ഏകോദര സഹോദരങ്ങളെപ്പോലെ താമസിക്കുന്നു. വീടിന്റെ ഒരു വശത്ത് ഹിന്ദു ദൈവങ്ങൾ, മറുവശത്ത് ചുമരിൽ അള്ളാഹുവിന്റെ നാമം. ഒരു കസേരയിലിരുന്ന് സൂറത്തുകാരൻ രവി ബ്രഹ്മം ഭട്ട് ഭഗവത്ഗീത പാരായണം ചെയ്യുമ്പോൾ തൊട്ടടുത്ത സീറ്റിലിരുന്ന് പാകിസ്ഥാനിലെ കോട്ട്ലി സ്വദേശി ആഫിഫ് ഖുർആൻ വായിക്കുന്നു. ഹിന്ദു സഹോദരന്മാർക്ക് പലഹാരങ്ങൾ വിതരണം ചെയ്താണ് പാക് സഹോദരന്മാർ നോമ്പ് തുറക്കുന്നത്. ഒരേ അടുക്കളയിൽ അവർ ഒരുമിച്ച് പാചകം ചെയ്യുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. लोगों के अंदर नहीं, ये पॉलिटिक्स लोग जो है ना, ये लोग झगड़ा में और फसाद करना के सोचते हैं. इंसान पूरा सेम है. हम लोग पूरा टाइम हिंदू के साथ काम करते हैं और हम लोग कभी हिंदू मुसलमान के बारे में कभी बात भी नहीं करते कि ये मुस्लिम है, ये हिंदू है, ये छोटा है, ये बड़ा है. वी नेवर थिंक लाइक दैट. പറവൂർകാരനായ റഷീദിന്റെ വീട്ടിൽ ഈ റംസാൻ കാലത്ത് പാകിസ്ഥാൻകാരനും ഗുജറാത്തിയും മലയാളിയുമെല്ലാം ഏക സഹോദരങ്ങളായി ജീവിക്കുന്നു. ഇവർ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്: മതമല്ല, മനുഷ്യത്വമാണ് ഏറ്റവും വലുത്. ദുബായിൽ നിന്ന് പീപ്പിൾ TVക്ക് വേണ്ടി K. രാജേന്ദ്രൻ. റംസാൻ വ്രതം 2ാമത്തെ പത്തിലേക്ക് കടന്നു. പാപമോചനത്തിനായുള്ള പ്രാർത്ഥനകളുടെ സമയമാണ് റംസാനിലെ 2ാമത്തെ പത്ത്. തൗബക്കായുള്ള പ്രാർത്ഥനകളിലാണ് വിശ്വാസി സമൂഹം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. റംസാന്റെ ദിനരാത്രങ്ങളിൽ ആരാധനകളിലും പ്രാർത്ഥനകളിലും മുഴുകുകയാണ് വിശ്വാസികൾ. റംസാനിലെ 2ാമത്തെ പത്ത് പാപമോചനത്തിനുള്ള ദിനങ്ങളാണ്. ജീവിതത്തിൽ ചെയ്തുപോയ തെറ്റുകൾ സ്രഷ്ടാവിനോട് ഏറ്റുപറഞ്ഞ് മോചനം നേടുന്നു വിശ്വാസി സമൂഹം. തൗബക്കായുള്ള പ്രാർത്ഥനകളാണ് എങ്ങും. മനുഷ്യ സഹജമായി തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമായും സംഭവിക്കും. പക്ഷേ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചിതനാവാനും മുക്തനാവാനും ഒരവസരവും സന്ദർഭവും വേണം. മനുഷ്യൻ എത്ര തെറ്റുകുറ്റങ്ങൾ മുഴുകിക്കുളിച്ചവനാണെങ്കിലും ഈ പരിശുദ്ധമായ റമദാനു ഷരീഫിൽ അവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കലോടുകൂടെ തെറ്റുകുറ്റങ്ങൾ മുക്തരായി നന്നായി തീരാനുള്ളൊരു സുവർണാവസരമാണ് നാഥൻ നമുക്ക് നൽകിയിരിക്കുന്നത്.
പ്രാർത്ഥനകൾ കൊണ്ട് മുഖരിതമാണ് പള്ളികളും ഗൃഹങ്ങളും. ചെയ്തുപോയ തെറ്റുകളിൽ മനംനൊന്ത് മാപ്പിരന്ന് സ്രഷ്ടാവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് വിശ്വാസികൾ. ടി ജമാലുദ്ദീൻ, ദുബായ്. റംസാൻ നാളുകൾ ഇനി പാപമോചനത്തിന്റെ പ്രാർത്ഥനയുടെ നാളുകളാണ്. കാരുണ്യ പ്രവർത്തനങ്ങളുടെ നാളുകളിലേക്ക് കടക്കുമ്പോൾ പകൽ നേരത്തെ കഠിനവ്രതത്തിന് ശേഷം നോമ്പ് തുറക്കാനെത്തുന്ന വിശ്വാസികളെ ലക്ഷ്യമിട്ട് വഴിയോര ഭക്ഷണശാലകളും സജീവമായി തുടങ്ങി. ഇക്കുറി വിദേശ വിഭവങ്ങളാണ് ഏറെയും. വ്രതശുദ്ധിയുടെ 10 നാളുകൾ കടന്നു പോവുകയാണ്. ഇനി പാപമോചനത്തിന്റെ നാളുകൾ. ഭക്ഷണം ഉപേക്ഷിച്ച് പട്ടിണി അനുഭവിക്കുന്നവന്റെ വിശപ്പറിയുന്ന വിശ്വാസി കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുന്ന നാളുകൾ. ഇതോടെ വൈകുന്നേരങ്ങൾ ഇഫ്താർ സംഗമങ്ങളുടെയും കാരുണ്യ പ്രവർത്തനങ്ങളുടേതുമായി മാറുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. റംസാൻ കാലമായാൽ കണ്ണൂർ സിറ്റിയിലെ വഴിയോരങ്ങൾ പുത്തൻ ഭക്ഷണശാലകൾ കൊണ്ട് നിറയും. പഴയ ചട്ടിപ്പത്തിരിയും തരിക്കഞ്ഞിയും ഒന്നുമല്ല, അറേബ്യൻ ഫുഡും കാട, ചിക്കൻ, ബീഫ് തുടങ്ങി വിവിധതരം കബാബുകൾക്കും കുബൂസ്, ബട്ടൂര എന്നിങ്ങനെ വൈവിധ്യങ്ങളേറിയ വിദേശ ഭക്ഷണത്തിനും പിന്നെ കണ്ണൂർ സിറ്റി ചന്തയിലെ സ്പെഷ്യൽ ചുരണ്ടിക്കും ആവശ്യക്കാർ ഏറെ. ഐറ്റംസ് എന്ന് പറഞ്ഞത് ചിക്കൻ കബാബ് ഉണ്ട്, കാട കബാബ് ഉണ്ട്, ചില്ലി ചിക്കൻ കബാബ് ഉണ്ട്, ബീഫ് കബാബ് ഉണ്ട്, പിന്നെ അറേബ്യൻ മുകളായി നമ്മളൊരു പ്രത്യേക സ്പെഷ്യലാണ്. പിന്നെ അരിപ്പത്തിരി ഉണ്ട്, ഒറോട്ടി ഉണ്ട്, കുബൂസ് ഉണ്ട്, വീറ്റ് പൊറോട്ട, പിന്നെ കോയൻ പൊറോട്ട, പിന്നെ പലതരം ബട്ടൂര, അങ്ങനത്തെ പലതരം ഐറ്റംസ് ഉണ്ട്. റംസാൻ വൈകുന്നേരങ്ങൾ ചന്തകളിൽ കുട്ടികൾക്കും ഉത്സവകാലമാണ്. റംസാൻ കാലമായാൽ സിറ്റിയിൽ സ്പെഷ്യൽ വിഭവങ്ങളുമായി ഇത്തരം കടകൾ ഉയർന്നു തുടങ്ങും. സിറ്റിക്ക് മാത്രമായുണ്ട് പ്രത്യേക വിഭവങ്ങൾ. കണ്ണൂർ സിറ്റിയിൽ നിന്നും PV ജോഷില. വാർത്തകളിലേക്ക്. മെത്രാൻ കായലിൽ കൃഷി ഇറക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് കർഷകരും കുമരകം ഗ്രാമപഞ്ചായത്തും. മെത്രാൻ കായൽ വിലയ്ക്ക് വാങ്ങിയവർ നെൽകൃഷി നടത്താൻ തയ്യാറായില്ലെങ്കിൽ ഭൂമി ഏറ്റെടുത്ത് കൃഷിക്ക് തയ്യാറാക്കാനുള്ള സാധ്യതകൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതിനിടെ കൃഷിമന്ത്രി VS സുനിൽകുമാർ നാളെ മെത്രാൻ കായൽ സന്ദർശിക്കും. നെൽവയലായി ഡാറ്റാ ബാങ്കിൽ രേഖപ്പെടുത്തിയിരുന്ന മെത്രാൻകായൽ പാടശേഖരം UDF സർക്കാരാണ് വിനോദസഞ്ചാര പദ്ധതിക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്കുമായി നികത്താൻ അനുമതി നൽകിയത്. വിവാദ തീരുമാനം ഗത്യന്തരമില്ലാതെ UDF സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു. ഇപ്പോൾ മെത്രാൻകായലിൽ കൃഷി നടത്താനുള്ള തീരുമാനം LDF സർക്കാർ കൈക്കൊണ്ടതോടെ തരിശായി കിടക്കുന്ന 420 ഏക്കറിൽ പൊന്നു വിളയിക്കാനാകുമെന്നാണ് കർഷകർ പറയുന്നത്. സംസ്ഥാന സർക്കാർ കൃഷി ഇറക്കാൻ ഇവിടെ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. അല്ല, റിസോർട്ട് വരുന്നതിനോട് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല. റിസോർട്ട് വന്നാൽ ഞങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് കൃഷിയോട് ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. മെത്രാൻകായലിലെ കൃഷി കുമരകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സമ്പന്നമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് AP സലിമോൻ പറഞ്ഞു. ഏതാണ്ട് 15,000-ഓളം ആളുകൾക്ക് ഈ ഒരു 4 മാസത്തിനിടയ്ക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു കാർഷിക മേഖലയും കൂടിയാണ് മെത്രാൻകായൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഈ ഒരു തീരുമാനത്തിലേക്ക് വന്നത് എന്തുകൊണ്ടും പഞ്ചായത്ത് സ്വാഗതം ചെയ്യുകയാണ്. മെത്രാൻകായലിൽ കൃഷി ഇറക്കുന്നത് സംബന്ധിച്ച സാധ്യതകൾ ആരായാനും സ്ഥലം സന്ദർശിക്കാനും കൃഷിമന്ത്രി VS സുനിൽകുമാർ നാളെ കുമരകത്തെത്തും. മെത്രാൻകായലിൽ കൃഷി ഇറക്കാനുള്ള സർക്കാർ തീരുമാനത്തെ വളരെയധികം ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് പരിസരവാസികൾ സ്വാഗതം ചെയ്യുന്നത്. മെത്രാൻകായലിൽ നിന്നും ക്യാമറമാൻ സാംജിത് ആർപ്പൂക്കരയോടൊപ്പം TP പ്രശാന്ത്. ഭിന്നലിംഗക്കാർക്ക് അംഗത്വം നൽകിയ SFI സംസ്ഥാനതല മെമ്പർഷിപ്പ് ക്യാമ്പിന് തുടക്കമായി. ഇരിങ്ങാലക്കുട സ്വദേശി നന്ദനയ്ക്കാണ് ആദ്യ അംഗത്വം നൽകിയത്. ഭിന്നലിംഗക്കാരെയും തുല്യപ്രാധാന്യത്തോടെ സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ പറഞ്ഞു. വീണ്ടെടുക്കാൻ നന്മയുടെ കലാലയത്തെ, മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ എന്ന മുദ്രാവാക്യമുയർത്തി SFI ആരംഭിച്ച അംഗത്വ ക്യാമ്പയിനാണ് വ്യത്യസ്തത പുലർത്തിയത്. സമൂഹത്തിൽ ഏറെ അവഗണനകൾ നേരിടുന്ന ഭിന്നലിംഗക്കാർക്ക് മുൻഗണന നൽകി അംഗത്വ വിതരണം ആരംഭിക്കുക എന്ന മാതൃകാ പ്രവർത്തനത്തിനാണ് SFI തുടക്കം കുറിച്ചത്. ഭിന്നലിംഗ വിഭാഗത്തിൽ ഉൾപ്പെട്ട തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി നന്ദനയ്ക്ക് ആദ്യ അംഗത്വം നൽകി. ലിംഗഭേദമില്ലാത്ത സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായാണ് അംഗത്വ ഫോമിൽ ഭിന്നലിംഗക്കാർക്കായി പ്രത്യേക കോളം നൽകിയതെന്നും ഇവരെ സംഘടനാ നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അത് SFI ആണ്. അവർക്ക് കൂടി പ്രാതിനിധ്യവും അംഗത്വം കൊടുക്കുന്ന ഈ തീരുമാനം എടുത്തിട്ടുള്ളത് ഒരു ചരിത്രപരമായ തീരുമാനം തന്നെയാണ്. ഭിന്നലിംഗക്കാർക്ക് അംഗത്വ ക്യാമ്പയിനിൽ ഇടം ലഭിച്ചത് ഏറെ പ്രതീക്ഷ ഉളവാക്കുന്ന പ്രവർത്തനമാണെന്ന് മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങിയ നന്ദന പ്രതികരിച്ചു. ഇതിന് മുന്നോട്ട് വന്ന SFIയിലെ എല്ലാ മെമ്പേഴ്സിനും വളരെയധികം നന്ദി. എത്രമാത്രം നന്ദി പറഞ്ഞാൽ തീരാത്ത ഒരു പ്രവർത്തനമാണ്. സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരാൻ മടിക്കുന്ന ഭിന്നലിംഗക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തനം തുടരാനാണ് SFI നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകാനായി സർക്കാർ കർമ്മ പദ്ധതിക്ക് രൂപം നൽകുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മുന്നാക്ക സമുദായ കോർപ്പറേഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 7000-ഓളം ഉദ്യോഗാർത്ഥികൾ ജോബ് ഫെയറിൽ പങ്കെടുത്തു. കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന നൈപുണ്യ സമുന്നതി പദ്ധതിയുടെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. വൈദ്യുതി ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്തു. അഭ്യസ്ത വിദ്യരും അല്ലാത്തവരുമായിട്ടുള്ള തൊഴിൽരഹിതരായിട്ടുള്ള
ആയിരങ്ങൾക്ക് തൊഴിൽ നൽകാൻ പറ്റുന്നതായിട്ടുള്ള കർമ്മ പദ്ധതിയുമായി ഗവൺമെൻറ് മുന്നോട്ട് വരും. ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികൾ, ആ കമ്പനികളെയും നമുക്ക് സംസ്ഥാനത്തകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തൊഴിൽ അന്വേഷകരായി നടക്കുന്നവർക്ക് എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി കൊടുക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മുന്നാക്ക സമുദായങ്ങൾക്കും സംവരണം നൽകണമെന്നാണ് സർക്കാർ നിലപാടെന്നും കടകംപള്ളി പറഞ്ഞു. കോർപ്പറേഷൻ മേയർ VK പ്രശാന്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 7000-ഓളം ഉദ്യോഗാർത്ഥികൾ ജോബ് ഫെയറിൽ പങ്കെടുത്തു. 32 കമ്പനികളിലായി 1000-ഓളം തൊഴിലവസരങ്ങളാണ് ജോബ് ഫെയറിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.